ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു തെളിവ് പീഡന ദൃശ്യം അനധികൃതമായി 3 പേർ പരിശോധിച്ചു വന്ന് അവസാനം ട്രയൽ കോടതിക്ക് കണ്ടെത്തേണ്ടി വന്നു. എന്നിട്ടോ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു നടപടിയും ഉണ്ടായില്ല. വിശ്വസിക്കുമോ? ലോകത്തെവിടെയെങ്കിലും നടന്നാൽ, കോടതിക്കകത്ത് നടന്നാൽ ഇതിന് ഒരു കുഴപ്പവുമില്ലെന്നാണോ? അതിൽ ഇനിയും അന്വേഷണം നടന്നിട്ടില്ല. ഇവരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിധി നടപ്പായി, ശരി, വിധിക്കകത്ത് ഒരുപാട് വിതർക്കങ്ങളുണ്ട്. അതിൻ്റെ കോടതിയുടെ വേർഡിക്റ്റ് വരുമ്പോൾ, വിധി പ്രസ്താവം വരുമ്പോൾ നമുക്ക് കൂടുതൽ തർക്കിക്കാം. പക്ഷേ കൺമുമ്പിൽ നടന്ന ഈ അനീതി ഉണ്ടല്ലോ, ആ അനീതിയെങ്കിലും മാറ്റാൻ ജഡ്ജിമാർ തയ്യാറാവണം. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി ഡിസ്ക്, അത് 3 പേർ പരിശോധിച്ചിരിക്കുന്നു. 2018 2 തവണ, 2021 1 തവണ. അത് അനധികൃതമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. അത് ആരൊക്കെയാണ് ചെയ്തത് ട്രയൽ കോടതി കണ്ടെത്തി. പക്ഷേ അന്വേഷിക്കില്ല. സൗകര്യമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതങ്ങനെ സംഭവിച്ചു, ഞങ്ങൾക്ക് സൗകര്യമില്ല പറയാമെന്നാ. അതെവിടുത്തെ ന്യായമാണ്? അന്വേഷിക്കണം സാർ. അതന്വേഷിച്ചിട്ടെങ്കിലും നിങ്ങൾ ചെയ്തത് ഇന്നത്തെ കോടതി വിധി നീതിയുക്തമാകണമെന്ന് കുറച്ചെങ്കിലും ഞങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ, ഇങ്ങനെ തൊണ്ടിയോടെ പിടിക്കപ്പെട്ട 2 വർഷം ആരും ചെവി അറിയാതെ ഒളിച്ചു വെച്ച ആ തെളിവിൻ്റെ പുറത്തുള്ള, ആ റിപ്പോർട്ടിൻ്റെ പുറത്തുള്ള നടപടിയും അന്വേഷണവും എങ്കിലും ഉണ്ടാകണം. എങ്കിലേ ഈ കോടതി വിധിക്ക് കടലാസിൻ്റെ വിലയെങ്കിലും ഉണ്ടാവുകയുള്ളൂ.